അപ്പൂപ്പന്റെ കൊച്ചുമോള് ഒരുങ്ങിയോ? ചിത്ര എവിടെ മക്കളെ? ഓ അവള് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കണം അമ്മേ. അല്ല മക്കളെ, നിന്റെ ഫ്രണ്ട്സ് ഒന്നും വരൂലേ? ഓ ഞാൻ വിളിച്ചൊന്നുമില്ല അമ്മേ. ചിത്ര എല്ലാരും കയറി വിളിച്ചെന്ന് പറയണുണ്ട്. അതെന്താ മോളെ വിളിക്കാത്തെ? എന്റെ ഫ്രണ്ട്സ് ഇവിടെ അടുത്തൊന്നും ഇല്ല അപ്പൂപ്പ, ഇത് കുറച്ച് ദൂരെയാ. ചിത്ര ഫ്രണ്ട്സ് എല്ലാം ഇവിടെ അടുത്താ താമസിക്കുന്നത്. ആ മനു വന്നല്ലോ. ആ അച്ഛാ എപ്പോഴെത്തി? കുറച്ചു നേരം മക്കളെ വന്നിട്ട്. അമ്മേ സുഖാണോ? ആ എന്തൊരു സുഖം, അങ്ങനെ പോണു മക്കളെ. ആ മക്കളെ വർഷേ അമ്മ എവിടെ? അച്ഛാ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കണ അച്ഛാ. കേക്ക് എവിടെ അച്ഛാ? കേക്കൊക്കെ വരും. ചിത്ര എവിടെ? ചിത്ര എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കണ അച്ഛാ. എന്തിനല്ലേ റെഡിയാവുന്നേ? പ്രത്യേകിച്ച് നമ്മൾ അവിടെ പോകുന്നില്ലല്ലോ, വെറുതെ ഒരു കേക്ക് കട്ടിക്ക് അത്രേ ഉള്ളൂ. എന്നാലും മോനെ ഇരട്ട കുട്ടികളൊന്നും കേട്ടപ്പോ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അതെ അതെ, നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരു ഇരട്ട കുട്ടികൾ പ്രസവിക്കുന്നേ. സന്തോഷം കുഞ്ഞാവ് വരാൻ വേണ്ടി കാത്തിരിക്കാം അമ്മേ ഞാൻ. ആണോ? ആ അച്ഛനൊന്ന് സീത നോക്കട്ടെ അച്ഛാ. ആ ശരി മോനെ. അമ്മമ്മേ ആ റെഡി ആയോ? വേറെ ഡ്രസ്സും കിട്ടിയില്ലേ ചിത്രേ? ചേച്ചിക്ക് എന്താ ഞാൻ ഇത് ഇട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇടുന്നു ഓള് തന്നെ എടുത്ത് നോക്കിയിടണോ? ആ എനിക്കുള്ള ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് നിനക്ക് എന്ത്? എന്തുവാ മക്കളെ അവിടെ അടി? അമ്മേ എന്റെ പോലത്തെ ഡ്രസ്സ് എടുത്ത് അവൾ ഇട്ടോണ്ട് നോക്ക്. ഇതെന്താ നല്ല കാര്യമല്ലേ രണ്ടുപേരും ഒരുമിച്ച് ഒരുപോലെ ഡ്രസ്സ് ഇട്ടോണ്ട് നിൽക്കുന്നത്? വേണ്ട എന്നെ പോലത്തെ ഡ്രസ്സ് അവൾ ഇടണ്ട. അമ്മേ അവൾ കുശുമ്പ. അമ്മേ തന്നെ കുശുമ്പ എന്ത് കുശുമ്പ തന്നെങ്കിലേ വെച്ചോണ്ടിരിക്കേട്ടാ, ഇതേ ഇടത്തുള്ളൂ. അടി ഉണ്ടാക്കില്ലേ മക്കളെ? ഓ അപ്പൂപ്പന്റെ കാല് കഴിച്ചു വയ്യ. ഡ്രസ് മാറ്റിയിട്ടാണ് വേറെ എടുത്തിട്ടുണ്ടോന്നാണ് അമ്മേ. ചേച്ചി കുശുമ്പ അമ്മേ. എന്തിനാ മക്കളെ കുശുമ്പ് കാണിക്കുന്നേ? ചേച്ചിയുടെ ഡ്രസ്സിനെക്കാളും എനിക്ക് അതിടുമ്പോ ചേരും എല്ലാരും പറയും, അതുകൊണ്ടാ ചേച്ചിക്ക് കുശുമ്പ്. പിന്നെ ഏതായാലും എന്റെ കളർ തന്നെ സൂപ്പർ ഏട്ടാ. ആ ബ്ലൗസിന്റെ കളർ മാത്രമേ മാറിയുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ കേട്ടാ. ഏതായാലും ചേച്ചിയുടെ ബ്ലൗസിനേക്കാൾ എന്റെ പച്ച കളർ ബ്ലൗസ് നന്നായിട്ട് ചേരുന്നുണ്ട് എനിക്ക്. നിന്നെ ഞാൻ ഇന്ന് അയ്യേ വഴക്കൊന്നും കൂടാതെ മക്കളെ. അപ്പൂപ്പ അവളെടുത്ത് പോയി ഡ്രസ്സ് മാറ്റാൻ പറ അപ്പൂപ്പ. മാറ്റൂല മക്കളെ, നമ്മൾ ഒരിടത്ത് പോകുന്നില്ലല്ലോ. അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഒരു വെറുതെ കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളെന്ന്. എന്നാൽ അവളെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വരുന്നതല്ലേ. ഈ രണ്ടുപേരും നല്ല ഡ്രസ്സല്ലേ ഇട്ടിരിക്കുന്നത്. അമ്മൂമ്മേ ചേച്ചി അവിടെ നിന്ന് കുറയ്ക്കട്ടെ അമ്മൂമ്മേ. അമ്മൂമ്മ മൈൻഡ് ചെയ്യണ്ട. പൊടി കൂതറാച്ചി, നീ പൊടി മണ്ണുണ്ണി. മക്കളെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്. അപ്പൂപ്പ ഈ ചേച്ചിയിലെ പ്രശ്നത്തിൽ വന്നത്. മക്കളെ വർഷേ നീ അല്ലേ മൂത്തത്? മൂത്തെന്ന് പറഞ്ഞ് നീ അല്ലേ അവളെ നല്ല നില കൊണ്ടുപോകാനുള്ളത്? കൊണ്ടുപോകാൻ പറ്റിയ സാധനം. ആ അവള് പിന്നെ നല്ല നില കൊണ്ടുപോണ്ട. നിങ്ങൾ ഇങ്ങനെ അടിയൊന്നും കൂടാതെ കേട്ടോ. അതിന് നിങ്ങൾക്ക് രണ്ട് കുഞ്ഞാവള വരാൻ പോകുന്നത്. ഞാൻ എന്റെ കുഞ്ഞാവ് രണ്ടുപേരും പൊന്നുപോലെ നോക്കി ചേച്ചിയുടെ സ്വഭാവത്തിന് വളർത്തേ ഇല്ല. കണ്ടാകുമ്പോ അവളെ കുറ്റം പറയണത്. മക്കളെ ആ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമൊന്നും പറയണ്ട. ചേച്ചിട്ട് മിണ്ടായിരിക്കാൻ പറ. പക്ഷേ നീ മിണ്ടായിരുന്നാണ്. ഞാൻ മിണ്ടാതിരിക്കാൻ. ഇനി ഫ്രണ്ട്സും കൂടെ വരട്ടെ, ഞാൻ കാണിച്ചു തരാം നിന്നെ. എവിടെ നോക്കട്ടെ? ആ എന്റെ ഫ്രണ്ട്സ് മാറി നിക്കടി. ഒന്ന് പാടി ഈശ്വര, ഈ പിള്ളേരുടെ വഴക്ക് തന്നെ തീരുന്നില്ലല്ലോ. അനിയത്തിയാണ് പോലും അനിയത്തി. അങ്ങനെ കാണിക്കരുത് കേട്ടാ. നിങ്ങൾക്ക് രണ്ട് ഇരട്ട കുട്ടികളോട് വരാൻ പോവുകയല്ലേ, അത് ഞാൻ പൊന്നുപോലെ നോക്കാൻ പോവേ. ഇവിടെ കണക്കല്ല. ഇനി നിങ്ങൾ അമ്മ പ്രസവിക്കാൻ പോകുന്ന രണ്ട് ഇരട്ട കുട്ടികൾ നിങ്ങൾ രണ്ടുപേരും കൂടെ 4 പേരും ഒരുമിച്ച് സന്തോഷത്തോടെ വളരണം കേട്ടാ. കേട്ടാന്ന് കേട്ട് ഓ എല്ലാത്തിനെയും വലിച്ചു കെട്ടിക്കൊണ്ട് വന്നിരിക്കണോള്. ഒളിച്ച് തരാടി, ഇങ്ങോട്ട് വരട്ടെ. നിന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് നാണം എടുത്ത് തരാം ഞാൻ. വാ എല്ലാരും വാ. അപ്പൂപ്പനമ്മ എല്ലാം വന്ന്. അപ്പൊ ഞാൻ കണ്ടോണ്ടല്ല അപ്പൂപ്പനമ്മ നിൽക്കുന്നത്. ചേച്ചി നല്ലല്ലേ പറഞ്ഞത്, കൂടുതൽ ഷോ കാണിക്കല്ലേ കേട്ടാ. കാണിക്കൂടി, നീ കാണിക്കുക. നിന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് വരട്ടെ, കാണിച്ചു തരാം കേട്ടാ. ചെന്ന് പറഞ്ഞോട് പോ. പാടി ഇരിക്കൂ പാത്തോ പാ എല്ലാരും. ഒക്കെ വളരെ ഫ്രണ്ട്സ് ഉള്ളൂ, വേറെ ആർക്കും ഫ്രണ്ട്സ് ഇല്ല. ഈ സീത ഇത് ഇറങ്ങിയില്ലേ? സീതേ ഹായ് ചേച്ചി. ഹായ് ഹായ് മോളെ. മോളെ പേരെന്താ? എന്റെ പേര് രുക്കു. ആഹാ വളരെ അപ്പൂപ്പനെ പരിചയപ്പെട്ടോ? നിന്റെ അപ്പൂപ്പൻ ഞങ്ങളുടെ അപ്പൂപ്പനല്ലേടി? ഓ എന്റെ അപ്പൂപ്പൻ തന്നെ. ആ മോളാണോ പാത്തു? എപ്പോഴും പറയും നിങ്ങളെ കാര്യങ്ങള്. നമുക്ക് അകത്തോട്ട് പോകാം. വാ നിന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് പോകുന്നത് കൊള്ളാം. ആ ബെഡ് ബെഡ്ഷീറ്റ് നീ മാറ്റിയായിരുന്നോ? എന്തുവാ മക്കളെ? ഞാൻ കുടിക്കാൻ കൊണ്ട് വെള്ളം അതിൽ കമ്മുന്നതാണ്. ഞാൻ വിശ്വസിച്ച്. മക്കളെ അടി ഉണ്ടാക്കാതെ. ചേച്ചി പറഞ്ഞത് വെള്ളം കണ്ടപ്പോ ഞാൻ നീ മൂത്രം ഒഴിച്ച് വെച്ചേണെന്ന്. ചേച്ചി ആയിരിക്കും എടുത്തത്. ഇവർക്ക് എപ്പോഴും വഴക്ക് തന്നെയാണല്ലോ. ഫ്രണ്ട്സോട് നിൽക്കണോട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടാ. പാടി നമുക്ക് അങ്ങോട്ട് പോവാം. പറഞ്ഞത് ഏറ്റില്ലല്ലോ. സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. പോവനേട്ടാ, അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരും കേട്ടാ. അത് അമ്മേ. എന്തുവാടാ മക്കളെ? കേക്കട്ടെ, എല്ലാരും വിളിക്കാമേ. ആ മക്കളെ അപ്പൂപ്പനെ എല്ലാരും വിളിച്ചോണ്ട് വാ ഇങ്ങോട്ട്. മനു നിന്റെ വീട്ടിൽ ആരും വരത്തില്ലേടാ? ഓ ഇതൊരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ അമ്മേ, ആരെയും വിളിച്ചില്ല. വിളിക്കാൻ നമ്മള് വളക്കാപ്പായിട്ട് എടുക്കുന്നൊന്നുമില്ലല്ലോ. ശരിയാണ്, എല്ലാരും വിളിക്കാനുള്ളതായിരുന്നു. അത് സുശീലെ വിളിച്ചില്ലേടി? പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. ചിത്രേ വർഷേ എല്ലാരും വാ ഇങ്ങോട്ട്. ഉപ്പനെ കൂടെ വിളിച്ചോ. അച്ഛാ ഇന്ന് വാച്ചാ. ആ മുറിക്ക് മക്കളെ, അച്ഛൻ ഇവിടെ നിക്കാം. ആ ഇതാണ് സുശീലേ.
ഈ മുത്തിനെ കൊണ്ടാണടി വന്നിരിക്കുന്നത്. മുത്തേ ഓടി വാ, കേക്കുണ്ട്. കേക്ക് വാള വാങ്ങെത്തിയല്ലോ. അച്ഛ കട്ട ചേച്ചാ കൊഴിഞ്ഞ കൂതിയായിട്ട് വയ്യ. അങ്ങോട്ട് പോയി നിൽക്കാം. ആണോ മുത്തിന് അത്രയും കേക്ക് വേണോ? അവളോട് നിക്കട്ടെ സുശീലേ. ഭയങ്കര ബഹളമായിരിക്കും ചേച്ചി. സാരല്ല, അവള് കുഞ്ഞല്ലേ. കുഞ്ഞ് തന്നെ. ഇപ്പൊ കുഞ്ഞ് കാണാൻ പുണ്ണിന്റെ ബഹളം. അയ്യോ ഹാപ്പി ബർത്ത്ഡേ നല്ല മോളെ. അത് അങ്ങള് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. എടാ ഇവളൊരു കാര്യം. മുത്തന്നെ നാളെ കിടത്തേ ഉള്ളു. മുത്തേ ഓ മോക്ക് തരാല്ലോ. ആദ്യം ആന്റിക്ക് കൊടുക്കട്ടെ. സുശീല അവള് കുഞ്ഞല്ലേ. തീർക്കൂന്നാണ് തോന്നണത്. ഓ മുത്തിന് തരാല്ലോ. പിള്ളേർക്ക് കൊടുക്ക്. ആ ഞാൻ വന്നങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. മാറി നിൽക്കും മക്കളെ, അങ്ങോട്ട് മാറി നിൽക്കും. മുത്തി അങ്ങോട്ട് പറ്റൂല. ആർത്തി പണ്ടാൻ ഇപ്പൊ എവിടെ നിന്ന് വന്നതടി? അമ്മയുണ്ട് ഇവരെയൊക്കെ വിളിക്കുന്നത്. ദൈവമേ, ഇങ്ങോട്ട് മാറി നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്നെ കൂടെ പിടിച്ച് തിന്നി കൊച്ചു. അവിടെ ഐസ്ക്രീം ഉണ്ട്. നമുക്കൂടെ ഐസ്ക്രീം മേടിച്ചോണ്ടോ നീ? അകത്ത് പോയി അങ്കിളിന്റെ ചോദിക്കാം. അങ്കിൾ തരും. നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചോണ്ട് വാ നീ. എടി നമുക്ക് ഐസ്ക്രീം കുടിച്ചിട്ട് കളിക്കാൻ പോവാമേ. ഇല്ലടി എനിക്ക് കളിക്കുമ്പോ സമയമില്ലടി. എനിക്ക് അമ്മയുടെ കട വരെ പോണം. വൈകിട്ട് വന്നിട്ട് കളിക്കാം. ആ ശരി ശരി. ഐസ്ക്രീം കുടിച്ചിട്ട് പോവാമേന്നില്ല. മുത്തെടുക്കാൻ വേണ്ടി പോയിരിക്കുന്നു. ഓ ഐസ്ക്രീമോ? ആ ഇപ്പൊ മാമ എടുത്ത് തരാമേ. അമ്മേ ഒരു 5 ഐസ്ക്രീം മുത്തിന്റെ അടുത്ത് കൊടുത്തുവിടാമേ. എന്താ മക്കളെ ഐസ്ക്രീം എല്ലാവർക്കും കൊണ്ട് കൊടുക്കണം കേട്ടാ. പിന്നെ ഒറ്റയാണതിനെ ഒന്നും കൊടുക്കൂല. നോക്കിക്കോ. ഇവിടെ ഇരുന്ന് കുടിച്ചിട്ട് പോവാം. ഐസ്ക്രീം വാ പെട്ടെന്ന്. ആ ഇപ്പൊ തന്നെ താരം അവിടെ ഇരുന്നു. പെട്ടെന്ന് കുടിച്ചിട്ട് പോവാം. ഇനി അങ്ങോട്ട് പോവാം. ചേട്ടാ ഐസ്ക്രീം കുടിക്കാൻ പോയി മുത്തിനെ പേര് കാണാനില്ല. നമ്മൾ നോക്കി ചേട്ടാ. നീ എവിടെ പോയി ഇത്ര നേരം? എടി നിന്റെ എത്ര നേരം പറഞ്ഞ ഐസ്ക്രീം എടുത്തോണ്ടേ? ചേച്ചി ഐസ്ക്രീം അമ്മമ്മ തന്നില്ല. എന്ത് അമ്മമ്മ തന്നില്ലെന്നോ? ഞാൻ കുറേ നേരം ചോദിച്ചു. ഒരു ഐസ്ക്രീം പോലും എനിക്ക് തന്നില്ല. ചിത്രേ അവളെ കണ്ടാൽ അറിയാം അവളെല്ലാം ഐസ്ക്രീം കുടിച്ചോണ്ടാണോ നിൽക്കണേ. സത്യം പറ മുത്തേ, നമ്മൾ ഐസ്ക്രീം ഇടേ. എന്റെ കൈ നാടി വാങ്ങിക്കുന്ന മരം നമ്മൾ ഐസ്ക്രീം തരുന്നോ? ഇവിടെ എങ്ങനെ രക്ഷപ്പെടാൻ? മുത്തേ ഇങ്ങോട്ട് നോക്ക് മുത്തേ. കള്ളത്തിന് കാണിക്കാനാ? എടി നമ്മളെ ഐസ്ക്രീം എല്ലാം വയറിന്റെ താങ്ങിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടാ. പിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാടി. ചിത്ര ഒന്നും ചെയ്യണ്ട. അവൾ അമ്മ ഇവിടെ ഉണ്ട്. നമുക്ക് വട്ടാണടി. നമ്മൾ അല്ലാതെ വേറെ ആരും ഇവിടെ ഏൽപ്പിക്കോ? ശരിയാടി. ഒരു കാര്യത്തിൽ നിങ്ങളോട് നിൽക്കി. ഞാൻ പോയി വേറെ ഐസ്ക്രീം ഉണ്ടോ നോക്കിയിട്ട് വരാം. അല്ലെങ്കിൽ അതുകൊണ്ട് അവൾ അകത്താക്കും.